എല്ലാവർക്കും നമസ്തേ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുക. ഇന്നലെ ഈ സമയത്ത് നമ്മളെല്ലാവരും കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലെ? സന്തോഷം. ഒരുപാട് ആൾക്കാർ ഇന്നലെ മെഡിറ്റേഷൻ പങ്കെടുത്തു. നല്ല അനുഭവമായിരുന്നു എല്ലാവർക്കും. ഇന്ന് നമ്മൾ പതിവ് പോലെ ക്ലാസ്സിലേക്ക് വരുന്നു. പലപ്പോഴും വേണ്ട, ഞാനൊന്നും പറഞ്ഞു വീണ്ടും ഇതാവുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇങ്ങനെ ഇതാവുന്നില്ല, ഇമോഷണൽ ആവുന്നില്ല. ഓക്കെ, നിങ്ങള് നമുക്ക് മനുഷ്യന് എപ്പോഴും വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നും നമുക്ക് ഇല്ലാത്തൊരവസ്ഥയെ പറ്റി നമ്മൾ ആരും ആലോചിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയുക. എന്നും ഉണ്ടാവും. പക്ഷെ ഇതിനെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അത് മാത്രമാണ് നമ്മൾ അറിയേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും. വിഷയങ്ങളില്ലാതെ, അല്ലെങ്കിൽ മനുഷ്യനായി ജനിച്ചാൽ, ഏതൊരു ജീവജാലവുമായി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ അവൻ എപ്പോഴും സർവൈവലിന്റെ വിഷയങ്ങൾ എപ്പോഴും ഉണ്ട്. ആ സർവൈവലിന്റെ വിഷയങ്ങളെ അവൻ അഭിമുഖീകരിക്കാൻ പഠിക്കുമ്പോൾ മാത്രമാണ് അവൻ മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറ്റിപ്പോന്ന് ഇപ്പൊ ജപ്ഷീല പറഞ്ഞു വെച്ചതും നമ്മൾ സംസാരിക്കേണ്ടതും പൊതുവെ അതാണ്. നമ്മൾ എന്തിനാണ് ഇത്തരം ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്, അതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ: സർവൈവൽ. അറിയാനും അതിൽ എങ്ങനെ നിന്നു പോകാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യരെപ്പോഴും പലപ്പോഴും കുബുദ്ധികളാണെന്ന് പറയാറുണ്ടല്ലേ? എങ്ങനെ കാര്യങ്ങളെ ഷോർട്ട് കട്ട് ആക്കാൻ പറ്റും എന്ന് മാത്രമാണ് എപ്പോഴും റിസർച്ച് ചെയ്യുന്നത്. ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം, നിങ്ങൾ ആരും ഷോർട്ട് കട്ടുകളിലൂടെ ലൈഫിനെ സക്സസ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ആർക്കും ആവാൻ പറ്റില്ല, അങ്ങനെ ആവുകയില്ല. പറയാനുള്ള കാരണം, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ തുടങ്ങിയത് നമ്മൾ പതുക്കെ പതുക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആൾക്കാരെ, ഒരാളെ പോലും നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് വലിയ സംഭവം നടക്കും, ഇവിടെ അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞ് നമ്മൾ ആരോട് ഇപ്പോഴും പറയുന്നില്ല, അപ്പോഴും പറയുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു സംഭവം നമുക്ക് അറിയില്ല, അത് പറയാനായിട്ട് അറിയില്ല. പിന്നെ ഒരു കോഴ്സ് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇപ്പൊ എടുത്താൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ഓഫർ, 5 മിനിറ്റ് ഓഫർ, 10 മിനിറ്റ് ഓഫർ എന്ന് പറയാനും അറിയില്ല. സത്യം ഞാൻ പറയല്ല, എനിക്ക് നമ്മുടെ കാര്യങ്ങളെ അല്ല, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ചെയ്യുന്ന അവരവര് നല്ല കാര്യം. അതൊന്നും ഞാനെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരുടെ കൂടെയൊക്കെ ജീവിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവുകളെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചപ്പോൾ എനിക്കുണ്ടായ മാറ്റം, ഞാൻ എന്താണോ മാറ്റപ്പെട്ടു വന്നത്, അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലും മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്രയും ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും മന്ത്രജാലമോ തന്ത്രജാലമോ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് 100 1000 ആൾക്കാർ, 1,00,000 ആൾക്കാർ കേൾക്കുമ്പോൾ അതിൽ ആവറേജ് കുറെ ആൾക്കാർക്ക്, എത്ര എണ്ണമൊന്നും ഞാൻ പറയാൻ ആളല്ല, ഞാൻ ആളല്ലത്. ഞാൻ അതിനെപ്പറ്റി ഇത്ര പേർക്ക് കിട്ടിയെന്നൊന്നും പറയുന്ന ഞാൻ ആളല്ല. ഏതൊക്കെയോ ആൾക്കാർക്കൊക്കെ വ്യത്യാസം വന്നവർക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നപ്പോൾ പ്രധാനമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ ഇന്നേവരെ 1 രൂപ പോലും നമ്മൾ വാങ്ങിക്കാതെയും ഒരു ക്ലാസ്സിൽ പെയ്ഡ് ക്ലാസ്സോ അല്ല, ഒരുപാട് നമുക്ക് പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. ഒരുപാട് നമുക്ക് 100 രൂപ മുതൽ, അല്ലെങ്കിൽ 300 രൂപ മുതൽ 1,00,000 രൂപ വരെ ഉള്ള പെയ്ഡ് ക്ലാസ്സുകൾ നമുക്കുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നവരോട് അങ്ങോട്ട് പറഞ്ഞിട്ട് കൊടുക്കുന്നല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പറയാറില്ല. അത് നമുക്ക് അറിയാതെ, അഡ്മിൻ പ്രസീതക്കും അതറിയില്ല, എനിക്കും അറിയില്ല, അങ്ങനെ പറയാറുമില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ റിസൾട്ട് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചില കുൽസിത ബുദ്ധിക്കാർ കയറി അവരെന്തൊക്കെയോ ആണെന്ന് പറയണ കേൾക്കാം. അവർ ദൈവത്തിന്റെ പുത്രൻ ജനിച്ചതെന്നോ അങ്ങനെയൊക്കെയാണ് എനിക്ക് അയച്ച മെസ്സേജിൽ പറഞ്ഞു. ദൈവത്തിന്റെ പുത്രൻ ഇവിടെ ഉണ്ട് സാറ്, നിങ്ങൾ വന്ന് കാണണം, കണ്ടു കഴിഞ്ഞാൽ. എന്നപ്പൊ ഞാൻ കരുതി ദൈവത്തിന്റെ പുത്രൻ, ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്, ആരല്ലാത്ത ഇവിടെ എല്ലാവരും അതെ. പക്ഷെ നമ്മളാരും ആ ദൈവത്തിന് മുകളിലാന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല. ദൈവത്തിന്റെ പുത്രന്മാർ എളിയ ആൾക്കാർ മാത്രമാണ്. അപ്പൊ അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ലതായിരുന്നു, നടക്കട്ടെ. അപ്പോ
അങ്ങനെ ആൾക്കാരെ വിളിച്ച് മെസ്സേജ് അയച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ള ഘട്ടം ഞാൻ ആദ്യമൊന്നും അതിനെ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം വെച്ചാൽ ഓക്കെ പോട്ടെ, അത് ഓരോരാളുടെ ജീവിത വിഷയമാണല്ലോ എന്ന് കരുതി. പക്ഷെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് നമ്മൾ ആളെ തപ്പിയിട്ട് റിമൂവ് ചെയ്താൽ നോക്കി റിമൂവ് ചെയ്ത് പലപ്പോഴും അവർ വിളിച്ചു പറഞ്ഞു ചെയ്യരുത്, കാരണം അവർക്ക് ഡിസ്റ്റർബ് പറഞ്ഞു. അപ്പൊ നിങ്ങളെ കുത്തകയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ സാരമില്ല, പിന്നെ നമ്മളെ പിന്നെയും വിട്ടു. പക്ഷെ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നി നമ്മൾക്കൊരു സെക്യൂരിറ്റി നിങ്ങളിപ്പോ നമ്മളെ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ വന്നു, നിങ്ങളുടെ ഒരു നമ്പർ, വാട്സപ്പ് നമ്പർ നമ്മളെ കയ്യിൽ നിന്ന് ഒരാളെടുത്ത് നിങ്ങളെ ഫോൺ ചെയ്യും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഡിസ്റ്റർബൻസ് വരും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളും ആണുങ്ങളും ആകുമ്പോൾ പല ജീവിതത്തിലാണ്. ഇപ്പൊ ആണായാലും ശരി, ഒരു പെണ്ണ് ഫോൺ ചെയ്യുന്നു, ആ പെണ്ണായിട്ട് കാണിച്ചു ജീവിതത്തിലേക്ക് മതി, വെറുതെ നമുക്ക് ഒരു വിഷയം ഉണ്ടാക്കാൻ. അപ്പൊ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഞാൻ നമ്മുടെ നമ്മളെ മെമ്പേഴ്സിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. കാരണം ഇവിടെ നല്ല ആൾക്കാരെ മാത്രമേ നമുക്ക് വേണ്ടൂ, നല്ല ആൾക്കാർ മാത്രമേ ഇവിടെ വരുള്ളൂ എന്ന് പറയാം. അവർ മാത്രമേ ഈ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നുള്ളൂ. പക്ഷെ ക്ലാസ്സിൽ വന്നിരിക്കാതെ കണ്ട് ഈ നമ്പറുകൾ എടുക്കാനും അതുപോലെ നിനക്ക് വല്ല മാറ്റം പറ്റിയോ, നീ സംഭവിച്ചോ, നിനക്കിത് കിട്ടിയോ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാർ നമുക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇനി മെമ്പേഴ്സ് ഒള്ളിയായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രൈവസി കീപ്പ് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ എടുത്ത തീരുമാനമാണ്, നമ്മൾ കൂടുതൽ ആലോചിച്ചിട്ട് ചെയ്യുന്ന തീരുമാനങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു ലിങ്ക് തരും. നമ്മൾ ഇപ്പോൾ നിലവിലുള്ളത് എല്ലാ ഗ്രൂപ്പുകളും നാളത്തെ കൂടി പിരിച്ചുവിടും. ഒരു ഗ്രൂപ്പും നമ്മൾ വെക്കില്ല. എല്ലാം നമ്മൾ ഇന്നിപ്പോ നിങ്ങൾക്ക് ഇന്ന് ലിങ്ക് വന്നത്, നാളെ ഒരു ദിവസം കൂടി അത് ലിങ്ക് വരും. 5-ാം തീയതി നമ്മൾ എല്ലാ ഗ്രൂപ്പുകളും, ക്ലാസ് ഗ്രൂപ്പുകളല്ല കേട്ടോ, നമ്മൾ പെയ്ഡ് എന്ന ക്ലാസ് ഗ്രൂപ്പുകളെ പറ്റിയല്ല, അല്ലാത്ത ഫ്രീ നമുക്ക് 6-8 ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അത് കമ്മ്യൂണിറ്റിയാണ്. അതിൽ അനൗൺസ്മെന്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലിങ്ക് വന്നവര് അറിയാം. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഒന്നും കാണാനില്ല. നമ്മൾ അയക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് കൃത്യമായി മൊബൈലിൽ കിട്ടും. അതിൽ നിങ്ങൾ വാട്സപ്പിൽ നോക്കിയാൽ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. വാട്സപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണാം താഴെ, അല്ലെ? ചാറ്റ്, അപ്ഡേറ്റ്, കമ്മ്യൂണിറ്റി, കോള്, ഇങ്ങനെ 4 ഇതാണ് വാട്സപ്പിൽ താഴെയുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. 4 ബട്ടൺസുകളാണ് താഴെയുള്ളത്. ഇതിൽ നിങ്ങൾ ചാറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ചാറ്റ് ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പുകളൊക്കെ കാണാൻ പറ്റും, നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ആളെയൊക്കെ കാണാൻ പറ്റും. അപ്ഡേറ്റ് ആണെങ്കിൽ അതിന്റെ പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യം, വാട്സപ്പിന്റെ ചാനൽസ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം മൂന്നാമത് കിടക്കും, കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് വരിക, ലിങ്കുകളൊക്കെ വരിക അതിനകത്താണ്. അതിൽ നിങ്ങളുടെ നമ്പർ ആർക്കും കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ഞാൻ അഡ്മിനായ എനിക്കും പ്രസീതയ്ക്കും രാധികയ്ക്കും പിന്നെ വിജേഷിന് മാത്രമേ ഈ നിങ്ങളുടെ നമ്പർ കാണാൻ പറ്റുള്ളൂ, മറ്റാർക്കും കാണാൻ പറ്റില്ല. അപ്പൊ അത് ഫുള്ളി പ്രൈവസിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിൻ എന്നുള്ള 4 പേരുടെ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 4 പേർക്ക് ആർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഫുള്ളി പ്രൈവസി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാവരും അങ്ങോട്ട്, ഇതിനു മുമ്പ് നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, എല്ലാവരും കോമൺ ആയിട്ടുള്ള തന്നെ. പക്ഷെ എല്ലാവരും തൽക്കാലം കമ്മ്യൂണിറ്റി കയറാൻ നമുക്ക് താല്പര്യമില്ല. നല്ല ആൾക്കാർ മാത്രം വന്നാൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു ഫോം ഉണ്ടാക്കിയിട്ട് ഒരു ടൈപ്പ് ചെയ്തിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫോം ഉണ്ട്. ആ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 101 രൂപ സംഭാവനയായിട്ട് അയച്ചാൽ ഗൂഗിൾ പേ, അവിടെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ ഓപ്പൺ ആവും. ഗൂഗിൾ പേ ഓപ്പൺ ആയിട്ട് 101 രൂപ മാത്രമേ വരുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിൽ അയക്കാൻ പറ്റില്ല. കാരണം അത് 101 രൂപ ലോക്ക്ഡ് ആണ്. കൂടുതൽ അയക്കാൻ പറ്റില്ല, കുറവും അയക്കാൻ പറ്റില്ല. കാരണം ചില ആൾ വിചാരിക്കുന്നു, സാറിനൊക്കെ സ്ഥിരം ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ 300 രൂപ 333 രൂപ മെഡിറ്റേഷന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾ പറയും സാറിന്റെ ക്ലാസ്സിന് വരുന്നത് ഞാൻ 1000 പേ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂടുതൽ അയക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. നമ്മള് 888 രൂപയുടെ മെഡിറ്റേഷൻ വെച്ചാൽ 1000 അയക്കും, 1200 അയക്കും, അല്ലെങ്കിൽ 12 രൂപ അയക്കും. എന്നിട്ട് പറയും അത് സാറിന് കൂടുതലില്ല എന്ന് പറയും. അപ്പൊ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇത് 101 മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ട് ആ എമൗണ്ട് മാത്രമേ അതിൽ നിന്ന് വരുള്ളൂ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. പേയ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പച്ച ബട്ടൺ പെയ്ഡ് എന്നുള്ള പച്ച ഇത് വരുമല്ലോ, അത് വന്നതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലിങ്ക് അവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഫോൺ ഹോൾഡ് ചെയ്ത് നിന്നാൽ മതി, ഓപ്പൺ ആയിട്ട് വരും. ആ ലിങ്കിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിക്ക് ആയി പോകും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക് ക്ലിക്ക് ആയി പോയിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക് വന്നു പോകും. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് വരും. അപ്പൊ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചാലും അയച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ നിങ്ങൾ ഓരോ ആളെ പേര്, അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, സ്ഥലത്തിന്റെ പേര് അതിനകത്ത് അടിക്കണം. ഇത് അടിച്ചാലാണ് ഇത് ഓപ്പൺ ഇത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ കൃത്യമായി നമുക്ക് വരുന്ന ഒരു ഷീറ്റ്, ബാങ്കിൽ നിന്ന് വരുന്ന ഷീറ്റിനകത്ത് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എല്ലാം ഉണ്ടാവും. അത് ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യും, വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അഥവാ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ പ്രൊസീജിയറിനെ വിളിച്ചിട്ട് നിങ്ങൾ പൈസ അയച്ചിട്ട് തന്നെ പ്രൊസീജിയർ നിങ്ങൾ ആഡ് ചെയ്യും. അയച്ചവരെല്ലാവരും ആഡ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ആഡ് ചെയ്യും. സമയം 2 ദിവസം കൂടിയിട്ട്, ആരും ധൃതി കൂട്ടണ്ട, എല്ലാ ലിസ്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഇത് എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഈ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്തിനാണ് ആ കാശ് വെച്ചത് എന്ന് പറഞ്ഞാൽ, ഇത് ഇല്ലാതെ ഏതെങ്കിലും ആൾക്കാർ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താല്പര്യമുള്ള, ആത്മാർത്ഥമുള്ളവർ മാത്രം വന്നാൽ മതി. അതുകൊണ്ടാണ് ഈ 101 രൂപ വെച്ച്. ഇനി ആ 101 രൂപ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നും കൂടി പറയാം. ആ 101 രൂപ ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാനില്ല, ഫുള്ളി ചാരിറ്റി ആവശ്യത്തിന് മാത്രമാണ്. ആ 101 രൂപ കൊണ്ട് ഏറ്റവും സമൂഹത്തിൽ ആർക്കാണോ സഹായിക്കേണ്ടത് ആ ആൾക്കാർക്ക് മാത്രം, അത് നിങ്ങൾ എത്ര അയച്ചാലും ആ പൈസ ചാരിറ്റി ഫണ്ടിലേക്ക് മാത്രം പോകണം. ഇതുവരെ നമുക്ക് ചാരിറ്റി ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ല. പക്ഷെ ഇതോടുകൂടി, മെമ്പർഷിപ്പോടുകൂടി ചാരിറ്റി ഫണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ടോട്ടൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ 6-ാം തീയതി ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ എടുത്തിട്ട് ചാരിറ്റിക്ക് വേറെ തന്നെ ഫണ്ട് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാരിറ്റിക്ക് സംഭാവന ചെയ്യുന്നവർ വിളിച്ചിട്ട് പറഞ്ഞു ചാരിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചോ, അത് വേറെ തന്നെ പോകും. നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കണ്ടീഷൻ വെക്കുന്നത് എങ്ങനെയാണ്, ഇത് കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ. യൂട്യൂബ് വീഡിയോ കാണുന്നവരും, നിങ്ങൾക്കും ലിങ്ക് താഴെ, യൂട്യൂബിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് വന്നോളൂ. നല്ല താല്പര്യമുള്ളവർ മാത്രം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അല്ലാത്തവർ വെറുതെ വേറെ എന്തെങ്കിലും കാണാനാണെങ്കിൽ വരേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് നമ്മൾ തരാനുള്ളത് യൂട്യൂബിൽ തരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. സന്തോഷം ആണ് നിങ്ങൾ ഇത്രയും ആൾക്കാർ ഉള്ളത്. മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഇന്നലെ 500ഓളം ആൾ, 488ഓളം ആൾക്കാരെ പങ്കെടുത്തു. നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ മെഡിറ്റേഷൻ, ഫ്രീ, ഇപ്പൊ ഈ ക്ലാസ് ഒക്കെ ഫ്രീ ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സുകൾ സ്വാഭാവികമല്ലേ, സാറിങ്ങനെ ഇരിക്കണമല്ലോ. അപ്പൊ നിങ്ങൾ കുറച്ച് പെയ്ഡ് ക്ലാസ്സുകളൊക്കെ വരണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തരുന്ന വരുമാനം കൊണ്ട് നമുക്ക് നിന്നു പോകാൻ പറ്റില്ല. അതുപോലെ രാവിലത്തെ മെഡിറ്റേഷൻ, ഇപ്പൊ യോഗ മെഡിറ്റേഷൻ ഒന്നും അതിഗംഭീരമായിട്ടുള്ള ക്ലാസ് ആണ് യോഗ മെഡിറ്റേഷൻ നടക്കുന്നത്. വേറെ ഞാൻ ഇതുകൊണ്ട് ഇതായിക്കൊണ്ട് നമ്മളെ ക്ലാസ് ആയതുകൊണ്ട് പറയല്ല, നന്നായിട്ട് അരമണിക്കൂർ നേരം നിങ്ങൾക്ക് ഒരു വേഷ്യം ഞാൻ ഇന്ന് ശരിക്കും ഇരുന്ന് ശ്രദ്ധിച്ചതാണ്. ഒരാൾക്ക്, ഞാൻ പല യോഗ ക്ലാസ്സുകളിൽ ഞാൻ പോയും കണ്ടതാണ്, എല്ലാ യോഗ ക്ലാസ്സിൽ ചെയ്യുന്നതിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് അർച്ചന മാഡം ഇവിടെ ക്ലാസ് എടുക്കുന്നത്. കാരണം നിങ്ങൾ ഓരോ ആളെ പ്രായത്തിനെയും ഓരോ ആളുടെ ശരീരത്തിൽ ഒരു വിഷമത ഇല്ലാതിരിക്കാൻ വേണ്ടി അത്രയും ശ്രദ്ധയോടെ, ഒരു കാര്യത്തിൽ കടുംപിടുത്തമില്ലാതെ പതുക്കെ 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 നിങ്ങളുടെ ശരീരത്തെ മയപ്പെടുത്തി കൊണ്ടുവരാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റേത് യോഗ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യില്ല. കാരണം യോഗ ക്ലാസ്സിൽ പൊതുവെ ചെയ്യുന്ന വെച്ചാൽ, യോഗ സാറ് വരും, ആ കൈ പൊക്ക്, ഈ കൈ പൊക്ക്, അങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി, ഫാസ്റ്റ് ആയിട്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞത്, ബാക്കി സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇത് ചെയ്യും, സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യണം. ഇത് കൃത്യമായി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ആയുർവേദിക് മരുന്ന്, നമ്മള് 3-4 കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ച് അത്രയും സാറ്റിസ്ഫൈഡ് ആയ 3-4 മരുന്നുകൾ നമ്മളുടെ, ഒന്ന് ഈ പറഞ്ഞ പോലെ കോൾഡ്, ഇത്തരം കാര്യങ്ങൾക്ക്. രണ്ടാമത്, നിങ്ങൾക്ക് എല്ലാവർക്കും സന്ധിവേദനകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മസിൽസ് പെയിനുകളൊക്കെ ഉള്ളത് ഉപയോഗിക്കാനുള്ള, ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാം. ഇത് വാങ്ങിക്കണം, നല്ല ഗുണമുള്ള സംഭവങ്ങളാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം. ഇനി നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് പറയാനുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി, ഹാപ്പി എല്ലാം ആവാം അല്ലെ. ഗുഡ് ന്യൂസ് ഇന്നലത്തെ പറയാനുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലെ. ഞാൻ 10 മിനിറ്റ് സമയം മാക്സിമം അതിന് ഒഴിവാക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കണം. ഓക്കെ, ആർക്കാ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്തോ. പിന്നെ നമ്മൾ ഇപ്പൊ തുടങ്ങാൻ പറയാൻ പറ്റില്ല, എല്ലാവരുടെയും നമ്മളെ മെഡിറ്റേഷന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഞാനായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അനുഭവിച്ചവരാണ്, നിങ്ങൾ അനുഭവിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് എല്ലാം ഉള്ളത്. ഓരോ മെഡിറ്റേഷന്റെയും റിസൾട്ടുകൾ നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ വെൽത്ത് മെഡിറ്റേഷൻ നാളെ അല്ലേ തുറന്ന മറ്റന്നാൾ അല്ലെ, 2 ദിവസത്തിനുള്ളിൽ നമ്മൾ വെൽത്ത് മെഡിറ്റേഷൻ വീണ്ടും തുടങ്ങുകയാണ്. വെൽത്ത് മെഡിറ്റേഷൻ
3 ദിവസത്തെ ക്ലാസ് ആണ്. തികച്ചും ഡിഫറെന്റ് ആയിട്ട്, തികച്ചും എന്താ പറയാ, നിങ്ങളുടെ അറിയാലോ മണിയിൽ എന്താ സംഭവിക്കുന്നത്. മണിയുടെ ഏകമായ വിഷയം മണിയുടെ വൈബ്രേഷൻ നമ്മൾ ഉയരാത്തതാണ്. മണിയുമായിട്ടുള്ള നമ്മുടെ വൈബ്രേഷൻ ഉയരാത്തതാണ് നമ്മുടെ വിഷയം. ആ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ മണി വൈബ്രേഷൻ 100% ഉയർത്തി തന്നിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. അത്തരം രീതികൾ ഇപ്പോ ചക്ര മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ചക്ര മെഡിറ്റേഷൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയി വന്നു. കാരണം പുതിയ രൂപത്തിൽ പുതിയ രീതിയിലും വളരെ ലളിതമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ വെൽത്ത് മെഡിറ്റേഷൻ 3 ദിവസം 100% റിസൾട്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പ്രസീതെ വിളിച്ചോളൂ, ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് മണി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം വിളിച്ചാൽ മതി. മണി വേണ്ടാത്തവർ വെറുതെ ഒരു സമയം കളയണ്ട കേട്ടോ. അത് പറഞ്ഞു സന്തോഷപൂർവ്വം ഉള്ളവർ നമുക്ക് 2 ദിവസം കൊണ്ട് തുടങ്ങാം. അതുപോലെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ പറയാം. നാളെ നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസും കൂടി അനൗൺസ് ചെയ്യും ഞാൻ. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നാളെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആ സെലിബ്രേഷൻസ് കൂടെ നിങ്ങൾക്കും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് ഞാൻ വരാം. ഞാൻ മാത്രമല്ല, മറ്റു ചില ആൾക്കാരൊക്കെ കൂടി വരും നിങ്ങളുടെ കൂടെ. അത് നാളത്തെ കാര്യം നാളെ പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ 101 രൂപ നിങ്ങൾ അയക്കുന്നത് ചാരിറ്റി ആണെന്ന് മാത്രം പറഞ്ഞ് അവിടെ മാത്രം തീരുന്നില്ല. ഈ 101 രൂപയ്ക്ക് പകരമായി ഒരു മിനിമം ഒരു 25,000 രൂപയുടെ മിനിമം ആയിട്ട് പറഞ്ഞ്, ഒന്നും ചെയ്യാൻ സാധാരണ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് ഒരു 25,000 രൂപയുടെ ഈ ക്ലാസ് അല്ല, ഫ്രീ ക്ലാസ് അല്ലാതെ മറ്റ് എൻ്റെ പെയ്ഡ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള നിങ്ങൾക്ക് ഗിഫ്റ്റ് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും. അതായത് ഈ ക്ലാസ്സിൽ 101 രൂപ അയക്കുന്ന ആൾക്കാർക്ക് മറ്റ് ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസ് നിരക്കുകൾ ഉണ്ടാവും. അത് ഏത് ക്ലാസ്സാണെന്ന് ഞാൻ അപ്പോൾ അനൗൺസ് ചെയ്യാം. ആ ക്ലാസ്സിനകത്ത് മിനിമം നിങ്ങൾക്ക് ഒരു 25,000 രൂപ അതിനകത്ത്. അത് അത്രയും ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം മെമ്പേഴ്സ് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഇതിപ്പോ നോർമൽ മെമ്പർഷിപ്പ്, ഗോൾഡ്, സിൽവർ, ഇങ്ങനെ മെമ്പർഷിപ്പ്, അതൊക്കെ ഓരോ നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത് നമ്മുടെ ലോങ് ജേർണി ആയിട്ട് ബന്ധപ്പെട്ടാണ്. വലിയ വിഷനൊക്കെ നമുക്കുണ്ടെന്ന് അറിയാലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ വീണ്ടും പറയുന്നു, മറ്റന്നാ ഞായറാഴ്ചയാണ് നമ്മുടെ ദുബായ് പ്രോഗ്രാം. ദുബായ് പ്രോഗ്രാമില് ഇവിടെ നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാര്, ഭാര്യ, അവരാരെങ്കിലും ഒക്കെ ദുബൈയിലൊക്കെ ഉണ്ടെങ്കിൽ നാളെ വരാൻ വേണ്ടി പറയണം. വരാൻ വേണ്ടി പറയണം. അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാമാണ് ഉണ്ടാവുന്നത്. തികച്ചും ഇതുവരെ ചെയ്യാതിരുന്ന, ഇതുവരെ നമ്മൾ ചെയ്യാത്ത രീതിയിലുള്ള പ്രോഗ്രാമാണ് ദുബൈയിൽ പ്ലാൻ ചെയ്യുന്നത്. അത് ഒരു വ്യത്യസ്തമായ അനുഭവമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അവിടുത്തെ കൃപയാൽ നടക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാൻ. അല്ലാതെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊന്നല്ല, നമ്മൾ വെറും ഒരു നിയോഗം മാത്രം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ലഭിക്കാൻ മാത്രം നമ്മൾ ഇവിടെ റെഡിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും സംസാരിക്കാനുള്ള ഒരു പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഹാപ്പി ന്യൂസ് കേട്ടിട്ട് വേണം ഇന്ന് തന്നെ ഒരു കിഡിലൻ ടെക്നിക്ക് നിങ്ങൾക്ക് തരാൻ. ഇന്നത്തെ കിഡിലൻ ടെക്നിക്കാണ് തരാൻ പോകുന്നത്. പറയാനുള്ള ഒരു പെട്ടെന്ന് പറഞ്ഞു. വിജയകുമാരി, എറണാകുളം. വിജയകുമാരി പറഞ്ഞോട്ടെ സാറേ. പറ വിജയകുമാരി. ഹലോ. പിന്നെ ഹോസ്റ്റലിൽ പിള്ളേര് വന്നു തുടങ്ങിട്ടോ സാറേ. എനിക്ക് സന്തോഷം. ഞാൻ അഫർമേഷനും പറഞ്ഞ് എഴുതി. പിന്നെ സാറിന്റെ IRD സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഒരു 1 crore സമ്മർഷേഡ് LICയില് പ്രീമിയം ഒരു 5 ലക്ഷം ഒക്കെയാണ്. എന്നാൽ എന്റെ ക്വാർട്ടർലി പ്രീമിയം ഒരു 1 lakhs. അതും കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയായിരുന്നു. സാറിനോട് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാത്രി കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാ. ഞാൻ എന്നാണ് ഒരു ക്ലാസ് അല്ലേ എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി ഇരിക്കുവായിരുന്നു. വളരെ സന്തോഷമുണ്ട് സാറേ. അതെ, സാർ പറഞ്ഞ ആഴ്ചയിൽ തന്നെ ഓരോരുത്തർ അന്ന് തീർന്നതിന്റെ പിറ്റേന്നിട്ട് ഓരോരുത്തർ വന്നു തുടങ്ങി. അപ്പൊ ഇപ്പൊ ഒരു 10 പിള്ളേരൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇനി ഒരു 10 പിള്ളേരും കൂടി ആകുമ്പോ ഹോസ്റ്റലിൽ നിന്ന് അറിയും. 25 പേർക്കൊക്കെ 30 പേർക്കുള്ള ഇതുണ്ട് ഓൾറെഡി. ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ സാർ വളരെ സന്തോഷം സാർ. ഭയങ്കര നല്ലൊരു സന്തോഷം തോന്നി. സാറ് പറഞ്ഞൊക്കെ നടന്നല്ലോ. അപ്പൊ ഞാൻ സാറിനും പ്രപഞ്ചത്തിനും നന്ദി പറഞ്ഞു. സാർ പിന്നെ ഓരോ കാര്യം ഞാൻ ചെയ്യുമ്പോ സാറിന്റെ മുഖം ഇങ്ങനെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്.
സന്തോഷം സന്തോഷം. എല്ലാം അവിടുത്തെ കൃപയാണ്. സാറിനോട് സാറിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഓ താങ്ക് യു സാർ, താങ്ക് യു താങ്ക് യു. താങ്ക് യു. പ്രസിദ്ധ സാർ മാഡത്തിനെ എനിക്ക് സാർ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു. ആ സാർ എനിക്ക് സാറേ എനിക്ക് ഇന്നൊരു സാർ എനിക്ക് 10,000 രൂപ കിട്ടി. സംസാരിക്കാനുണ്ട്. ഒരു സാർ മിനിറ്റ് എനിക്ക് ഇന്നൊരു 10,000 രൂപ കിട്ടി സാർ. സാറേ ഞാൻ തുളസി. ഒരു മിനിറ്റ്. രണ്ടാളും സംസാരിക്കല്ല, ഒരാള്. ആ സാർ ഞാൻ സാർ ഞാൻ തുളസി പറഞ്ഞോട്ടെ. ഒരാള് ഞാൻ വിളിക്കാം, പേര് വിളിക്കാം, കൺഫ്യൂഷൻ ആക്കല്ലേ. തുളസി പറ. സാർ ഞാൻ നാട്ടിൽ ചെന്നിട്ട് എനിക്കൊന്നും നടന്നില്ല സാറേ. ആ. 2-3 സ്ഥലം നോക്കി, വീടിന് വേണ്ടി സ്ഥലം നോക്കി. സാർ പറഞ്ഞതുപോലെ ഒരു 1.25 ലക്ഷത്തിന് പറഞ്ഞിരുന്നു. പക്ഷെ വെള്ളവും മഴയായോണ്ട് എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാൻ അവിടുന്ന് ബാംഗ്ലൂർക്ക് മോന്റെ അടുത്തേക്ക് പോയി. ഇപ്പൊ അനിയത്തിയുടെ അടുത്ത് വന്നു. ആകെ ഞാൻ വല്ലാത്തൊരു കറക്കമായിപ്പോ സാറേ. സങ്കടം കൊണ്ട് പോയി. നാട്ടിൽ വന്നിട്ടൊന്നും കേറി വാ, നിൽക്കാനുള്ള ഒരു ഇതില്ല. ഒരു കുഴപ്പമില്ല, കേറി വാ. ആ ഓക്കെ ആയിട്ടില്ല, സാറേ. സമയമായിട്ടില്ല. അതെ, മോന് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം. എനിക്ക് സാറിനോട് സെപ്പറേറ്റ് ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. അതെങ്ങനെയാ കേറി വാ, വന്നതിന് ശേഷം നോക്കാം. ഓക്കെ സാറേ. ഓക്കെ കേറി വാ. ഓക്കെ ഓക്കെ. എന്നാ വരുന്നത്? 8-ാം തീയതി അല്ലേ? 8-ാം തീയതി. കേറി വാ. ഓക്കെ. സാറേ എനിക്ക് ഓ. ഇന്നൊരു 10,000 രൂപ ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് കിട്ടിയോ? ഓ തിരിച്ചും കൊടുക്കേണ്ട, കടവും അല്ല, ഒന്നുമല്ല. സന്തോഷം. ഒത്തിരി സന്തോഷം. അവർക്ക് എന്റെ അപ്പ ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ആത്മാവിന് ഒരുപാട് നന്മകൾ. എന്റെ അപ്പയാ, അപ്പച്ചിയാ, അപ്പ ഒരുപാട് നന്മ. ചെമ്പങ്ങളെ. പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു രാധ സാർ, ദിനേശ് എന്താ താങ്ക് യു, പറയുന്നത്? താങ്ക് യു. ഞാൻ പറയട്ടെ സാറേ, രാധാ ദിനേശ്. പറ. ഞാന് അമ്മേനെ കാണാൻ വീട്ടിൽ പോവാറുള്ളപ്പോഴൊക്കെ സങ്കടമായിട്ട് തിരിച്ചു വരാറ്. കാരണം എന്താ വെച്ചാൽ അമ്മയുടെ മുഖം എപ്പോഴും വിഷമിച്ചിട്ടാവുക. എന്താ വെച്ചാൽ വയസ്സായതല്ലേ. അപ്പൊ ആങ്ങളെയും ഭാര്യയും മക്കളൊന്നും ചെയ്തു കൊടുക്കുന്നതൊക്കെയും പോരാ പോരാ പോരാ. അപ്പൊ ഞാൻ എന്നും പറഞ്ഞു കൊടുക്കും, സാറ് പറയണ പോലെ അമ്മ കിട്ടിയതിന് ഉൾക്കൊണ്ടിട്ട് അതിന് നന്ദി പറയാം അമ്മ. അപ്പൊ അമ്മയുടെ സങ്കടമൊക്കെ തീരും. മനസ്സിന്റെ ഉള്ളില് പോരാന്നുള്ളടത്ത് തൃപ്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂട്ടായി. ഞാൻ കൊടുന്നു കഴിഞ്ഞാൽ സാറിന്റെ ക്ലാസ് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഇന്നലേക്ക് നല്ല മനസ്സിന് വിഷമം, അമ്മയെ കാണാണ്ട് വയ്യ എനിക്ക്. അപ്പൊ ഞാൻ എന്റെ കാറ്ററിംഗ് ആണല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചെന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അമ്മ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. സാറ് പറയണ പോലെയൊക്കെ ഞാൻ അമ്മേനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പറയാറുണ്ട്. ഞാൻ അഫർമേഷനൊക്കെ പറയുമ്പോ ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ല, കിട്ടുന്നുണ്ട് എന്ന് അങ്ങനെ ഞാനും പറയാറുണ്ട്. ചെന്നപ്പോ അമ്മയ്ക്ക് നല്ല സന്തോഷം. ഞാൻ ചോദിച്ചു എന്താ അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിച്ചു. ഇങ്ങനെ ചിരിച്ചിരിക്കണ്. നിന്റെ ഡോക്ടർ സാറിപ്പോ വരാറുണ്ട്, നിന്റെ മൊബൈലില് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ. സാറിനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ആ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നും നന്ദി പറയാ പോന്നു. ഞാൻ എപ്പോഴും നന്ദി പറയാണ്. അതുകൊണ്ട് എനിക്കിപ്പൊ വിഷമമില്ല. പിന്നെ മാത്രല്ല, ആംഗ്ലയുടെ മോള് വന്നിട്ട് അടുത്ത് നിൽക്കുമ്പോ പറയണേ, അവളേനെ ഇങ്ങനെ പുകഴ്ത്തി പറയാ. എനിക്ക് ഈ മോളെല്ലാം ചെയ്തിരുന്നുണ്ട്, ലക്ഷ്യക്ക് എല്ലാം ചെയ്തിരുന്നുണ്ട്, പിന്നെ കോളേജിൽ പോണ കുട്ടിയല്ലേ. അവളേനെ ഇങ്ങനെ തന്നതൊന്നും പോരാന്നല്ല, തന്നതൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു അവള് നിൽക്കുമ്പോ. എന്നിട്ട് കുറെ സന്തോഷം. അവള് അകത്തേക്ക് പോയപ്പോ അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഡോക്ടർ സാർ പറഞ്ഞ പോലെ പറഞ്ഞതാട്ടാ, അല്ലാണ്ട് അവളിതൊന്നും ചെയ്താന്നിട്ട് എന്നാലും വേണ്ടില്ല. പക്ഷെ അമ്മയുടെ ചിരിച്ച മുഖം കണ്ടിട്ട് പോന്നപ്പോക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ സാറോട് എന്റെ വിശേഷം പറഞ്ഞോളാട്ടാന്നും പറഞ്ഞു എന്നോട്. ഭയങ്കര സാറിയാണ് ഈ ഡോക്ടർ സാർ എന്ന് പറയുന്നത് കേട്ടാ. ഭയങ്കര സന്തോഷമായി എനിക്കത് കണ്ടിട്ട് പോന്നപ്പോ. താങ്ക് യു. അപ്പൊ തന്നെ ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഈശ്വര സാറിന് ഒരുപാട് നന്ദി. അമ്മയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മ ഒരു ചെറിയൊരു കാര്യമുണ്ട്, തമാശ രൂപേണ എടുക്കണം. ഈ ദൈവത്തിന് നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നമുക്കൊന്നും നൽകാൻ പൊതുവെ സാധിക്കില്ല. അതൊക്കെ നമുക്കൊരു മിത്ത് അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ ഒരു സങ്കല്പം പോലെയൊക്കെ നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ ധാരണ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം ഇല്ലാതെ നമ്മളൊന്നുമില്ല. ഈ ലോകത്ത് നമുക്ക് ജീവിതമില്ല, നമ്മൾ ജീവനില്ല, നമുക്ക് നിലനിൽപ്പില്ല, നമുക്കൊന്നുമില്ല. പക്ഷേ ആ ദൈവത്തിന്റെ വില നമ്മൾ അറിയാതെ മറ്റു ദൈവങ്ങളെ തേടി നടക്കുന്നവരാണ് നമ്മൾ പൊതുവെ. ആ ദൈവത്തിന്റെ പേരാണ് അമ്മ. ആ അമ്മയെ അറിയാനും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അമ്മയ്ക്ക് വേണ്ടി എന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ, അതെങ്ങനെയാ പറയണമെന്ന് അറിയില്ല.
നമ്മുടെ കാണപ്പെട്ട ദൈവം എന്നല്ല, എല്ലാത്തിനും പറ്റിയ ദൈവമാണ് അമ്മ. ആ അമ്മയെ സന്തോഷിപ്പിക്കാൻ സാധിച്ചെങ്കിൽ, ഞാനിവിടെ ഇരുന്ന് പല ആൾക്കാരും നമ്മുടെ ക്ലാസ്സിൽ വരുന്ന പല ആൾക്കാരും അമ്മയെ കാണുമ്പോൾ പല ആൾക്കാരെയും കാണുമ്പോൾ അമ്മയെ പോലെ കണ്ടിട്ട് അവർ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചിരിക്കട്ടെ, ചിരിക്കൂ എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ കാണുന്ന അതേപോലെ കാണുന്നതുകൊണ്ടാണ്. കാരണം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞാൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി എന്നുള്ളതാണ്. അവരുടെ മുഖത്താണ് പുഞ്ചിരി വരേണ്ടത്. രാധ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം, കാരണം അമ്മയിൽ അത് വന്നല്ലോ എന്നുള്ളതാണ്. അമ്മ അങ്ങനെ സന്തോഷിക്കട്ടെ. അതിനുവേണ്ടി വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു തമാശയുണ്ട്, നമുക്ക് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സ്നേഹം അറിയണമെങ്കിൽ അമ്മയെ കാണണം, നമുക്ക് വഴക്ക് അറിയണമെങ്കിൽ ഭാര്യയെ കാണണം എന്ന് പറയും. ഇത് രണ്ടും പരസ്പര ബന്ധിതങ്ങളായ സാധനങ്ങളാണ്. ഇത് രണ്ടിനും ഒരുപോലെ കാണുകയും വേണം. ഓക്കെ, താങ്ക് യു. രാജലക്ഷ്മി എന്താ പറയാമെന്ന് മാഡം പറഞ്ഞു. സാറ് IR5 സിറ്റുവേഷൻ ഭയങ്കര പവർഫുൾ ആട്ടോ. ഇതൊന്നും അറിയാത്ത ദുബായിൽ ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോയി, അതിന് പോയിട്ട് കിട്ടണില്ല. അപ്പൊ അതിന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ചെയ്തു തരണേ അമ്മ, എന്തെങ്കിലും ചെയ്തു തരണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് നാളെ ഇന്റർവ്യൂ, IR5 സിറ്റുവേഷൻ. മകനോട് വിളിക്കാൻ പറഞ്ഞു. ആ കുട്ടി വിളിച്ചു, ആ കുട്ടിക്ക് കിട്ടി. ഇപ്പൊ 2 പേർക്ക് കിട്ടിയിരുന്നു. ഒരാൾക്ക് ഇന്റർവ്യൂവിന്, ഒരാൾക്ക് ലൈസൻസും കിട്ടി. അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാർ ഒരു സെക്കൻഡ് കൂടി ഒന്നും പറഞ്ഞോട്ടെ തുളസി. നമുക്കിവിടെ എനിക്കിവിടെ മേളിൽ ഞാൻ വീട്ടിലോട്ട് പോവാണേ. പെർത്ത് മേളിലായിരുന്നു ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എന്റെ ടിക്കറ്റ്. അപ്പൊ അവര് ഒരെണ്ണേ ഉള്ളത് മേളില. അപ്പൊ ഞാനിവിടെ ഒരാളോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഡബിളാണ് കിടക്കുന്നത്. ഇതിൽ ആരാ വരുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഒരു പേടി കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ എനിക്ക് സീറ്റ് കിടക്കാനേ, ഞാൻ ബസ്സിന് മോന്റെ അടുത്തോട്ട് പോവാണ്, മോന്റെ അടുത്തോട്ട്. അപ്പോ എനിക്ക് ലാസ്റ്റ് ടിക്കറ്റ് ആണ് കിട്ടിയത്. അത് മേളിൽ അല്ല, ബസ്സില്. അപ്പൊ അത് മേളിലാണ്. അപ്പൊ അവിടുന്ന് ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് കാല് വയ്യ, എനിക്ക് ഓ ശരി ശരി. സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ? ചോദിച്ചോട്ടെ? ചോദിച്ചോ സാറേ. ഞാൻ 2 പേർക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്നേ. 2 ആൾക്കാർക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തായിരുന്നു. അപ്പൊ അവര് ഒരാള് എന്റെ കയ്യിൽ ഇല്ല, തരാനൊന്നും തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൂടുതലില്ല. അവര് ലോൺ വെച്ചിട്ട് ലോൺ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞിട്ട് മാത്രം അവർക്ക് ലോണും ശരിയായിട്ടില്ല, എനിക്ക് ഇതുവരെ പൈസയും കിട്ടിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ സാറോട് ചോദിക്കാമെന്ന് ഓർത്തിട്ടാ. അതിപ്പോ ഒരാളുടെ സിറ്റുവേഷൻ അറിയിട്ടല്ലേ ഞാനിപ്പോ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ എനിക്കറിയില്ലല്ലോ. ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ എങ്ങനെയുള്ള കാശുകൾക്കും കാര്യങ്ങൾക്കും കിട്ടുന്നത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പഠിപ്പിക്കാൻ പറ്റും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരാൾ തരാന്ന് പറയുന്നുണ്ട്. അല്ല, ലോ ഓഫ് അട്രാക്ഷനില് നിങ്ങളത് ചോദിക്കുന്ന രീതി, മറ്റു കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കുകളാണ് പഠിപ്പിക്കുന്നത്. അത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ശരി. ബാക്കി നാളെ പറയാം കേട്ടോ. വോയിസ് അയച്ചാൽ മതി, സമയം പോകും. പറ. ആരാ? ഞാൻ ഹരിപ്രിയ മേനോൻ എന്നുള്ള പേരിലെ ശാരദ ദേവിയാണ്. ഹലോ. ഹസ്ബൻഡിന് വർക്ക് 1 വർഷമായിട്ട് തീരെ ഇല്ലാത്ത പോലെയായിരുന്നു. ഇപ്പോ ഈ ഒരാഴ്ച വർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് പിന്നെ ഒരു സന്തോഷമുള്ളത്. ഒരാഴ്ച വർക്ക് ഇല്ലാന്നാണ്, ഉറക്കമില്ല? ഹലോ. അല്ലല്ല, ഒരാഴ്ചയില് വർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കൊല്ലായിട്ട് ആള് വർക്കില്ലാണ്ടിരിക്കായിരുന്നു. അത് 1 വർഷമായിട്ട് വർക്കില്ല, തീരെ വർക്കില്ലാണ്ടിരിക്കാണ്. അത് ചെറിയ എന്താ പറയാ ഇഷ്യൂ ഒക്കെ ആയ കാരണം അത് പാർട്ട്ണർ ആയിട്ട് പ്രശ്നമായതാണ്. വർക്ക് കോൺട്രാക്ട് എടുത്ത് ശീലമായിരുന്നു. ഇലക്ട്രീഷ്യൻ ആയിരുന്നേ. അപ്പൊ ഇവര് കുറച്ച് പേരെ വെച്ച് വർക്ക് അങ്ങനെയായിരുന്നു. സാർ സുധേണ്. ഹലോ സാർ, സുധേൺ. സാർ, എനിക്ക് ഇന്ന് കേറാൻ വൈകി. ഞാൻ ഇപ്പോഴാണ് കേറിയത്. ഇവിടെ ഗസ്റ്റുകളൊക്കെ ഉള്ളത് കാരണം എനിക്ക് കേറാൻ പറ്റില്ല. ഹലോ സാർ.
അതെ സാർ, ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറാൻ ഇച്ചിരി വൈകി എന്ന് പറയും. ഇപ്പോഴാണ് കയറിയത്. ഇവിടെ എന്താ ഗസ്റ്റുകൾ പറയാനുള്ള ഉണ്ടായിരുന്നു. സ്ഥിതിക്ക് അത് പറ. ക്ലാസ്സിൽ കയറാൻ ഈ പറയാനാ പോകുന്നത്? അല്ല അല്ല എനിക്ക് സാർ ഇന്നലെ നമ്മൾ സംസാരിച്ചതിന് ശേഷം നല്ല ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. നല്ലൊരു സന്തോഷം മനസ്സിന്. നല്ലപോലെ ഒരു ഇതുണ്ട്. ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ദിവസം നമ്മൾ ആ കല്ല് കയ്യിൽ വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാലോ അല്ലെ സാർ? എല്ലാ ദിവസവും ചെയ്യാൻ പറഞ്ഞില്ലേ? ആ ഓക്കെ സാർ. ഞാൻ പറഞ്ഞില്ലേ പ്രസീതെ, സുധേ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഹാപ്പി ആക്കി തരാന്ന് പറഞ്ഞില്ലേ? ഹാപ്പിയാണ് 5 മിനിറ്റ്. ഹാപ്പിയാണ് സാർ, ഞാൻ ഹാപ്പിയാ. എന്ത് വരവായിരുന്നു വന്നതെന്നറിയും? കരച്ചിലോട് കരച്ചിൽ. സത്യമാണ് സാർ. ഇനി എങ്ങാനും കരഞ്ഞാൽ ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇനി കരയുന്ന പ്രശ്നേ ഇല്ല. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പെട്ടെന്ന് പറയാൻ നല്ലി. ഹലോ, പെട്ടെന്ന് പറ. പിന്നെ കൊച്ചിയിലുള്ള സുജാ മേഡം ഇല്ലേ, അറിയാവോ? ഞങ്ങൾ അവിടെയാ താമസിച്ചേ. ഇവിടുന്ന് വടകരയിൽ നിന്നെല്ലാം പോയിട്ട് 3-4 കുട്ടികള്. അവർക്ക് ഡെങ്കിപ്പനിയായിട്ട് ഒരു 3 ആഴ്ചയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഇനിയും ബോധവും ഗതിയൊന്നും ഇല്ല. ഛർദിയും, ഭയങ്കര ഛർദിയും പനിയും, വയറ്റിന്ന് പോക്കെല്ലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഫോണൊന്നും ആരതും എടുക്കുന്നൊന്നുമില്ല. പിന്നെ ഇടുക്കിയിലുള്ള മിനിന്ന് പറഞ്ഞൊരു കുട്ടി എടുത്തപ്പോ ഒന്ന് കിട്ടിയതാ. അപ്പോഴേക്കന്നെ അവർക്ക് സംസാരിക്കുമ്പോ ശ്വാസം മുട്ടല്ല ഉണ്ടായത്. ഒന്ന് മാഷ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. പറയാം. ഇനി നിങ്ങൾ സംസാരിച്ചോണ്ട് ക്ലാസ് എടുക്കൂല കേട്ടോ. ക്ലാസ് എടുക്കൂല. ഞാൻ തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് മാറ്റത് കളർ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. അതുകൊണ്ടല്ലേ ഇത് കളർ ഭയങ്കര ഷെയ്ഡ് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ റെഡി ആണല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. പെട്ടെന്ന് ഇന്ന് ഒരു ടെക്നിക്ക് പഠിപ്പിക്കാം. ഈ ടെക്നിക്ക് ലോട്ടറി അടിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി അല്ലെ ഏറ്റവും അതെന്താ ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചിട്ടി അടിക്കാൻ വഴി പറഞ്ഞു തരും സാറേ. ഇപ്പൊ പറഞ്ഞു തന്നെ. അപ്പൊ പറഞ്ഞു കൊടുത്ത കുറെ ആൾക്കാർ ഇന്നിപ്പോ പറഞ്ഞില്ലേ ലോട്ടറി അടിച്ചു എന്ന് കുറെ ആൾക്കാരോട് പറയുന്നുണ്ട്. ചിട്ടി അടിക്കാൻ വേണ്ടി അടിച്ചു എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ ഞാനിത് ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് റെഡിയായി നിൽക്കുമ്പോ KSF അടിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു അല്ലെ. അപ്പോ അതുകൊണ്ട് വിചാരിച്ചു ഇതൊന്ന് പറഞ്ഞു തരാം. പക്ഷെ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഇത് ബാക്കി ഞാൻ പറയുന്നത് കേൾക്കാതെ കണ്ട് ചിട്ടി കമ്പനിക്കാർ വന്നിട്ട് എന്റെ വള്ളി കയറാൻ നിൽക്കണ്ട. ഞാനതൊന്നും പറയാൻ നിന്നിട്ടില്ല. ഒരു ടെക്നിക്കും അല്ല. ഒരു ലോട്ടറി വേണം, ലോട്ടറി അടിച്ചോട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് അടിച്ചോളൂ, അത് നിങ്ങൾ വിചാരിച്ചോളൂ. ഇതൊന്നും മന്ത്രമില്ല, മായമില്ല, മാജിക്കില്ല, ഒന്നുമില്ല. ചില സത്യങ്ങൾ മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മുഴുവൻ കേൾക്കാതെ ഞാൻ പറയുന്നത് മുഴുവൻ നാളെ ചിട്ടിയുണ്ട്, അപ്പൊ നാളെ ചിട്ടിയുണ്ട്, നാളെ അടിച്ചോട്ടെ, ഇത് മുഴുവൻ കേൾക്കാതെ കണ്ട് എന്റെ പള്ളി കയറാൻ വന്നേക്കരുത് ആരും എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നു. സന്തോഷം. കാരണം വെച്ചാൽ ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ? നമ്മൾ സ്ഥിരം എടുത്തോളൂ. പെട്ടെന്ന് റെഡി ഹാപ്പി ആൻഡ് റെഡി. പെട്ടെന്ന് ആയിക്കോട്ടെ, അല്ലേ? ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി എല്ലാവരും ഹാപ്പി ആൻഡ് റെഡി ആവുക. യെസ് പോരട്ടെ, പെട്ടെന്ന് നിൽക്കട്ടെ. യെസ്, ഓക്കെ. 1-2 സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ മെത്തേഡുകളൊക്കെ പറയുന്നുള്ളൂ. നിങ്ങൾ എത്ര പേര് ഈ ചിട്ടി അല്ലെങ്കിൽ ലോട്ടറി അടിക്കൽ എന്ന് പറയുന്നത് ഒരു ഭാഗ്യം മാത്രമാണെന്ന് കരുതുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ എത്ര പേര് അത് ഒള്ളിയ ലക്കാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് പറഞ്ഞു നോക്കിയേ. മീ എന്ന് പറഞ്ഞു നോക്കിയേ. എത്ര പേര് ഇത് മുഴുവൻ ലക്കിയുള്ള ഒരു ലക്കാണത് കൊണ്ട് മാത്രം ചിട്ടിയിൽ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നത് വെറും ലക്കാണ്, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഭാഗ്യമാണെന്ന് കരുതുന്ന എത്ര പേരുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം വേണമല്ലോ അല്ലേ? ഞാൻ ഇതിനു മുമ്പ് ഭാഗ്യത്തെ പറ്റി ഒരു ക്ലാസ് എടുത്തു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ കാണാം എന്താണ് ലക്ക് എന്നതിനെ പറ്റിയിട്ട്. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കാറില്ല. അവിടെ വന്നുവല്ലോ, എനിക്ക് അടിക്കാറേ ഇല്ല സാർ. വന്നു, അത് വരട്ടെ. അതാരാ പറഞ്ഞേ?
റംലത്ത്, കറക്റ്റ്. ദാറ്റ്സ് എ പോയിന്റ് ഇസ് വെരി. എനിക്ക് അടിക്കാറില്ല സാർ. അടി കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും തന്നിട്ടുണ്ട് അടി? അടിക്കാറില്ല എന്ന് പറയുമ്പോൾ അതും കൂടി ഒന്ന് അടിയുടെ ഭാഗമായിട്ട് നിൽക്കണേ, ഒന്ന് ആലോചിച്ച് നോക്കണേ. യെസ്, കമോൺ, എല്ലാവരും പറയണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും പറയുന്നു ചിട്ടി നേരത്തെ കിട്ടുന്ന ലക്കാണ്. യെസ്, ലക്കാണ്. എടുക്കട്ടെ സാർ, അടിക്കും, ഇനി അടിക്കും. യെസ്, ഈ വിജയകരമായി നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഭാഗ്യം വീഴുക. ഭാഗ്യം എന്ന വാക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഭാഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഭാഗ്യത്തെ പറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ധാരണകളുണ്ട്. അതായത് നമ്മളുടെ കൺട്രോളിനകത്തില്ലാത്തൊരു കാര്യമാണ് ഭാഗ്യം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജാക്ക്പോട്ട് അടിക്കുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒന്നും കൺട്രോളിലുള്ള കാര്യമല്ല, എങ്ങനെയോ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. ഉണ്ടോ ഇല്ലയോ? നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു സാധനമാണ് ഭാഗ്യം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് പറഞ്ഞു നോക്കി, ടൈപ്പ് ചെയ്ത്. നമ്മുടെ കൺട്രോളിലല്ല ഈ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ ഭാഗ്യത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ലേ? ഒരു നിമിഷം, കറക്റ്റ്, പോരട്ടെ. എല്ലാവരുടെയും നമ്മൾക്ക് യാതൊരു തര കൺട്രോളും ഇല്ല ഭാഗ്യത്തിന്റെ പുറത്ത്. ഇല്ലല്ലോ, ഒരു കൺട്രോളും ഇല്ലല്ലോ, അല്ലെ? ആരാ അത് അവിടെ ഇതടിക്കുന്നത്, ഷെയർ ചെയ്യുന്നത്? വൈറ്റ് ബോർഡ് ഓണാക്കല്ലേ? എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇന്നേ വരെ എവിടെയെങ്കിലും ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇന്നേ വരെ ഒരു നറുക്ക് എടുക്കുന്ന കുറിയിൽ അല്ലെങ്കിൽ ഡ്രോ എടുക്കുന്ന കുറിയിൽ ചേരാതെ നിങ്ങൾക്കൊരു ഡ്രോ കുറി അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്തേ? നിങ്ങളുടെ കൺട്രോളിൽ അല്ലെങ്കിൽ അത് അടിക്കണ്ടേ? നിങ്ങളുടെ കൺട്രോളിലല്ല ഭാഗ്യമെങ്കിൽ അത് സംഭവിക്കണ്ടേ? അതെന്താ സംഭവിക്കാത്തെ? അല്ല, ഒരു പ്രാവശ്യം ലോട്ടറി നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ അടിച്ചോ? ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിച്ചവരോട് ഉണ്ടെങ്കിൽ പറയും, ഞാൻ ഒരു ടിക്കറ്റും എടുത്തിട്ടില്ല, എനിക്ക് ലോട്ടറി അടിച്ചു. ഞാൻ ഒരു ചുറ്റിക്കും കൂടിയിട്ടില്ല, എനിക്ക് ചുറ്റിയിൽ അടിച്ചു. ഞാൻ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അത് ഭയങ്കര സംഭവമാണല്ലോ. ലോട്ടറി ഞാൻ അടിക്കാറില്ല, അത് വേറെ കാര്യം, അത് കണ്ടോടിക്കും. അപ്പോ നമ്മൾക്ക് ഒരു കൺട്രോളും ഇല്ലാത്തതാണ് ഭാഗ്യമെങ്കിൽ അത് നിങ്ങൾ വെറുതെ വെക്കുമ്പോൾ ഇങ്ങോട്ട് വാ ദിനേശ, ഇങ്ങ് വാ, നിനക്ക് 1 കോടി ലോട്ടറി അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വരാറുണ്ടോ? എപ്പോഴെങ്കിലും എവിടെയും വന്നിട്ടുണ്ടോ? അങ്ങനെ വരികയാണ് രക്ഷപ്പെട്ടു. ഞാൻ ലോട്ടറി എടുക്കാത്ത ഒരാളാണ്. എന്നാ പിന്നെ എനിക്ക് അങ്ങനെ വരട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ, താമസിയാതെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുതരാം. അങ്ങനെ എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയണു, നിങ്ങളെ മുമ്പിൽ നിന്ന് പറയണു, അങ്ങനെ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ എനിക്ക് 1 കോടി ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന 300 ആളല്ല, നിങ്ങൾ ഈ 300 ആളും പേര് എഴുതി വെച്ചോ, 300 ആൾക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരാം. എനിക്ക് ഒരു പങ്കും വേണ്ട. പറ്റുമോ? ഇല്ല. ഇതെന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കാത്ത ഈ ഒരു സത്യമാണ്. ഈ ഭാഗ്യം എന്ന് പറയുന്നത് ബിയോണ്ട് അവർ കൺട്രോൾ അല്ല, നമ്മളുടെ കൺട്രോളുള്ള സംഭവം തന്നെ. പക്ഷെ നമുക്കതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിനെ പറ്റി പറഞ്ഞു തരാനോ പഠിപ്പിച്ചു തരാനോ നമ്മൾ ഒരു വിദ്യാഭ്യാസവും അതിനകത്ത് വന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ഒരു ലോട്ടറി ഇന്നേവരെ അടിച്ചിട്ടില്ല, ഒരു ചിട്ടി കൂടാതെ ഒരു ചിട്ടിയും ഇന്നേവരെ നമുക്ക് വീണിട്ടില്ല, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാതെ ബാങ്ക് അക്കൗണ്ടിൽ എവിടുന്ന് പൈസ വന്നിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കാതെ. അപ്പൊ കിട്ടില്ല. അതാണ് ശിവ പറഞ്ഞതാണല്ലോ, നമ്മൾ ഓൾറെഡി അത് എടുക്കുമ്പോ തന്നെ തീരുമാനിക്കുകയാണ് ഇതിന് കിട്ടാൻ സാധ്യതയില്ല, എനിക്ക് ഇത് കിട്ടില്ല എന്നതാണ് നമ്മുടെ ഭാഗ്യക്കേട്. അപ്പോ ഇതിനകത്ത് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരാൾക്ക് ലോട്ടറി അടിക്കുന്നതും അടിക്കാത്തതും എന്ന് കൃത്യമായി നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ ഇതിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഇത് വളരെ സുതാര്യമായ ഒരു മനഃശാസ്ത്രമാണ് ഇതിനകത്തുള്ളത്, ശരിയായ ആകർഷണ നിയമമാണ് ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾക്കുള്ള വിശ്വാസത്തിന്റെ എഫക്റ്റ് ആണ്.
എനിക്ക് ആദ്യമായി ലോട്ടറി അടിച്ചു സാറിന്റെ കൊച്ചി പ്രോഗ്രാം കറക്റ്റാ. ഇതുവരെ അന്ന് അടിക്കാത്തൊരു ഒരു ഇതാണ് ജയശ്രീക്ക് അന്ന് അടിച്ചത്. ഒരിക്കലും വിചാരിച്ചതല്ല അല്ലെ? അതെ, കൊച്ചി പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ലോട്ടറി എടുത്തപ്പോ ജയശ്രീക്ക് അന്ന് അടിച്ചു. അപ്പൊ ഇതിനു മുമ്പ് അതേപോലെയായിരുന്നു നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ സ്വർണം അടിച്ചത്. അപ്പോ നമ്മള് ഈ സുതാര്യമായ നമ്മുടെ മനഃശാസ്ത്രം അറിയാതെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ വരും അടിച്ചോ എന്തോ, അടിക്കുമ്പോ എന്തോ. ഇത് നിങ്ങളുടെ ചിട്ടിയുടെ കാര്യത്തിലും വരും, ലോട്ടറിയുടെ കാര്യത്തിലും സർവ്വ കാര്യങ്ങൾക്കും വരും. ഇതിന്റെ എഫക്റ്റ് തന്നെ വരും. കാരണം പലതും നമുക്ക് മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ്. അതായത് അതിന് മറ്റു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഈ ലോകത്തിൽ എല്ലാം എനർജി മാത്രമാണുള്ളത്. എല്ലാം എനർജിയാണ്. ഇപ്പൊ എന്റെ മുമ്പിൽ ഈ 301 ആൾക്കാര്, 300-1 ഞാനുണ്ട്, 300 ആൾക്കാർ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്റെ എനർജി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കില്ല. ഇപ്പൊ നിങ്ങളിപ്പോൾ എത്ര പേരുടെ പുറത്ത് ഇതുണ്ട്, ഇവർക്ക് കയറാൻ പറ്റാത്ത നമ്മുടെ ഗ്രൂപ്പിൽ 5000 6000 ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരെല്ലാം വരുന്നുണ്ടോ? അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ എനർജി കണക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല. ഇന്നിപ്പോ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് ചിട്ടി അടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടപ്പോ എത്ര ആളിത് പുച്ഛിച്ച് തള്ളിയിട്ട് ഇവിടെ കയറി വരാതിരിക്കുന്നവരുണ്ട് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഒരു മാർഗമോ എന്ന് കരുതി വെറുതെ പുച്ഛിച്ച് തള്ളിയിട്ട് കയറി വരാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴുണ്ട്. നാളെ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഇതിനെ തമ്പനയിൽ കണ്ടിട്ട് ഇതിലെന്ത് കാര്യം ഇരിക്കണേ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ടാവും. ഇതിലെന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടാവും. ഇത് രണ്ടും നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം നമ്മൾ വിശ്വസിക്കുന്നു ഇതൊന്നും ഇങ്ങനെ വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു കാര്യം ഈ ലോകത്തില്ല. കാരണം എല്ലാം എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾ 1 കോടിയുടെ എനർജിയിലേക്ക് നിങ്ങൾ എത്തിയാൽ, എനർജി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 1 കോടി അടിക്കും. അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വരാതിരിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ മറ്റൊരുപാട് ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ ആരിലേക്കാണ് ഏറ്റവും എളുപ്പത്തിൽ എത്തുന്നത്? ഇപ്പൊ നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ഒരു ടോർച്ച് ലൈറ്റ്, വീട്ടിലിപ്പോ എല്ലാ ടോർച്ച് ലൈറ്റ് ഉണ്ട്, ടോർച്ച് ലൈറ്റ് എടുക്കുക, എന്നിട്ട് ലൈറ്റ് ഓൺ ആക്കുക. ഒരു തടസ്സവും ഇല്ലാത്തടുത്ത് വെളിച്ചം വളരെ എളുപ്പത്തിൽ പടർന്നു ചെല്ലും. എന്തെങ്കിലും ഒരു തുണിയോ ഒരു തടസ്സമുള്ളതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ഷെയ്ഡ് കുറയും, ഇല്ലേ? സ്വാഭാവികല്ലേ? എന്തെങ്കിലും ഒരു ഫിൽറ്ററിലെടുത്ത് നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് അടിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയ സ്ഥലത്ത് നന്നായിട്ട് വെളിച്ചം പോകും. അത് ദൂരം പോകുന്നതനുസരിച്ച് വെളിച്ചത്തിന്റെ ഇതും കുറയും. ഇത് എനർജിയുടെ സിസ്റ്റമാണ്. അത് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് കിട്ടുന്നത് കുറവ്. അപ്പൊ അതേപോലെ നിങ്ങളിപ്പോ ഒരു സംഭവത്തെ ഒരു ലോട്ടറി, ഞാൻ ഇതിനെപ്പറ്റി തന്നെ പറയണു, നിങ്ങളൊരു കാശിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആ കാശിന്റെ മൂല്യവും നിങ്ങളുടെ എനർജിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് സംഭവിക്കുക. അത് ഈ കൃത്യമായിട്ടുള്ള ആ എനർജി ബാലൻസിങ് നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ? അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും, എനർജി കൂട്ടുകയും, നമ്മൾ അഫർമേഷൻ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, പോസിറ്റീവ്നെസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ എനർജി ലെവലിൽ ഉയർത്താനാണ്. ഇത് ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സംഭവിക്കും. ഇനി അത് നമുക്ക് ചിലപ്പോ നമ്മുടെ ശരീരത്തിലുള്ള എനർജി നമുക്ക് മതിയാവാതെ തികയുമ്പോൾ, നമ്മളുടെ എനർജി ഇത്രയും മതിയാവാതിരിക്കുമ്പോൾ നമുക്ക് മറ്റ് ഇതുപോലുള്ള സപ്പോർട്ടുകളെ നമുക്ക് തേടാൻ പറ്റും. നമ്മുടെ എനർജി ലെവലിനെ കൂട്ടാനായിട്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി ലെവലിനെ കൂട്ടാനായിട്ട് ഏഞ്ചൽ നമ്പറുകള്, അഫർമേഷൻസുകള്, കയ്യിൽ എഴുതുന്ന നമ്പറുകള്, അതുപോലെ തന്നെ ഇതുപോലുള്ള ചക്ര ക്രിസ്റ്റൽസുകള്, നമ്മുടെ പ്രാണാസ്റ്റോണുകള്, ക്രിസ്റ്റൽസുകള്, ഇതൊക്കെ നമ്മുടെ എനർജി കൂട്ടാനായിട്ട് സഹായിക്കും. പക്ഷേ ഇതെന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിന്റെ തലം, നമ്മുടെ മാനസികമായ ഒരുക്കം തയ്യാറായില്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച്, മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം സാധ്യമാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ മാറും. ഇമോഷൻസ് ആണ് വൈബ്രേഷൻ. മറ്റു ക്ലാസ്സുകൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് വൈബ്രേഷൻ ലെവൽ കൂട്ടുന്നതൊക്കെ. ജേർണി ടു ഹാപ്പിനെസ്സിലും മണി മാനിഫെസ്റ്റേഷൻ കൃത്യമായി
വൈബ്രേറ്റ് ചെയ്ത് കാണിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് നമ്മുടെ എമോഷനും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷൻസും എങ്ങനെയാണ് നമ്മുടെ റിയാലിറ്റി ഉണ്ടാക്കുന്നതെന്ന്. ആ റിയാലിറ്റിയാണ് ശരിക്കും സംഭവിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായിത്തീരുന്നു. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്ന് പോലും നമുക്കെന്നെ അറിയില്ല. ആദ്യം നമ്മൾ ചിന്തകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറേ കാര്യം പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ പഠിപ്പിച്ചു. അതാണ് മനസ്സൊരു വിസ്മയം എന്നാണ് പുസ്തകം. അത് കൃത്യമായി ഇരുന്ന് വായിച്ചാൽ നമുക്ക് നടക്കും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തു, അടിക്കുമെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ആ ഓരോ വാക്ക് പറയുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു നോക്കുക. ഇവിടെ എന്താണ് സ്പന്ദിക്കുന്നത്, ഇവിടെ ഏത് വൈബ്രേഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വൈബ്രേഷൻ അനുസരിച്ച് അവിടെ സംഭവിക്കും. അത് തന്നെ സംഭവിക്കും. അത് ചിലപ്പോൾ ഒരു ദിവസം സംഭവിച്ചെന്ന് വരില്ല, 2 ദിവസം സംബന്ധിച്ച്. ഇപ്പൊ ഇന്ന് അബുദാബി ലോട്ടറി ടിക്കറ്റ് 150,000 ദിറംസ് അടിച്ച്, അതായത് 20 ലക്ഷം 20 കോടി രൂപ മറ്റോ അടിച്ച ഒരാൾക്ക് അയാൾ 18 വർഷം 20 വർഷമായി കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും കാലങ്ങളായിട്ട് ഒരിക്കലും അടിക്കില്ലെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളാണ്. അയാൾ പറയുന്നത് എനിക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷെ അടിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താ അറിയോ, അത് ഇത്രയും കാലങ്ങളായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടിയില്ല എന്നാലും കിട്ടും, എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ വീണ്ടും എടുക്കണത്. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങൾ ഉയരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു ടെക്നിക്കും കൂടി ഉപയോഗിച്ചാൽ, ഞാൻ ഒരു ടെക്നിക്ക് പഠിപ്പിക്കുകയാണെന്ന്, ആ ടെക്നിക്കും കൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ടെക്നിക്ക് വേണോ? ഇപ്പൊ നിങ്ങൾ ആദ്യം എന്നോട് പ്രോമിസ് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ പോസിറ്റീവായിട്ട് മാത്രം നിൽക്കുള്ളൂ. വിജയം സ്വന്തമാണെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ആ വിജയം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് ഒരു തരത്തിൽ 1% പോലും ഡൗട്ടില്ലാതെ നിങ്ങൾ നിൽക്കുമെങ്കിൽ ഞാൻ ഈ പറയുന്ന ടെക്നിക്കിൽ നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചോളൂ. നാളെ തന്നെ നിങ്ങൾക്ക് ചുറ്റി അടിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ലോട്ടറി എന്താ വേണ്ട ചാറ്റ്, ഒരു ഡൗട്ടും അതിനകത്ത് വേണ്ട. ഇത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ഇനി ചെയ്യേണ്ട കാര്യം, അപ്പോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മസ്തിഷ്കത്തെ, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇനി അത് പറ്റുന്നില്ലേ, ജേർണി ടു ഹാപ്പിനെസ്സിൽ കയറി വന്നോളൂ, ഞാൻ പഠിപ്പിച്ചു തരാം ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. മെഡിറ്റേഷന് പങ്കെടുക്കൂ, നമുക്ക് മനസ്സിനെ സ്വസ്ഥമാക്കി പറ്റാൻ പറ്റും. ഞാൻ വിജയിക്കുന്ന ഒരാളാണ്, ഞാൻ ജയിക്കാൻ, നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് എനിക്ക് എപ്പോഴും ദൗർഭാഗ്യമാണ് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ലോട്ടറി എനിക്ക് അടിക്കില്ല, ഇതുവരെ അടിച്ചിട്ടില്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കണ്ട. അത് പറ്റി ഞാൻ ജയിക്കാൻ ഞാൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ്? എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കാണ്? എന്റെ ഫ്രണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എന്റെ ഫ്രണ്ടിന് ലോട്ടറി അടിച്ചപ്പോൾ ഞങ്ങൾ അപ്പോഴും സംസാരിക്കുമ്പോൾ പറയും, ഒരു ദിവസം എനിക്ക് അടിക്കും, നിങ്ങൾ കണ്ടോ എന്ന് പറയുന്ന പോലെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അടിച്ചിട്ടുള്ളത്. അപ്പോ എനിക്ക് കിട്ടിയില്ല പിന്നെ ആർക്കാ കിട്ടുക? എനിക്ക് കിട്ടും എന്ന് ലളിതമായി മനസ്സുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇത് മാത്രം മതി. നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മതി. ഐഡിയ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കി നിങ്ങൾ ഒരു 10-15 മിനിറ്റ് നേരം ദിവസവും ഈ ചിട്ടീനെ പറ്റിയിട്ട് ഓർത്തിട്ട് കണ്ണടച്ചിരുന്നിട്ട് ആ പണം കൈപ്പറ്റുന്നതും, ആ ടിക്കറ്റ് ആ നമ്പർ നിങ്ങൾ വായിക്കുന്നതും, ആ പണം കൈപ്പറ്റുന്നതും, അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ചെയ്യുന്നതും, സന്തോഷം നിങ്ങൾ നിറക്കുന്നതും, അതിലൂടെ ജീവിതം മാറ്റിമറിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ, കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യും. ഇത് വളരെ സിദ്ധമായി ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് അഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അഫർമേഷൻസ് ഒക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വെൽത്തുമായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ നമ്മുടെ ഈ പുസ്തകത്തിലുണ്ട്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. പിന്നെ ഇതുമായിട്ട് പറഞ്ഞ ടെക്നിക്കുകളൊക്കെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ പുസ്തകത്തിൽ ഒരുപാട് ടെക്നിക്കുകളും ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്ക് വേണം പുസ്തകം എടുത്ത് വായിക്കാം, ഇല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്ന, ലോട്ടറി ആണോ ചിട്ടിയാണോ എന്നാണ്, അത് കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക. ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുവെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. ഞാൻ ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്. ആ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ആ കാര്യത്തിന്റെ പേരാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്.
അതായത് ഈ ലോട്ടറി അല്ലെങ്കിൽ ഞാൻ ചിട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു, അത് എടുക്കുന്ന ദിവസം വന്നു, എനിക്ക് കിട്ടും. പിന്നെ വീണ്ടും കിട്ടുമോ സാറേ, കിട്ടുമോ എന്ന പരിപാടിയില്ല. കിട്ടും, ലെറ്റ് ഇറ്റ് ഗോ, അതിനങ്ങ് വിട്ടുകളയുക. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ആലോചിക്കുക? അതേപോലെ നടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെ പറ്റി ആലോചിക്കുക, അത് ദൈവത്തിലേക്ക് അർപ്പിക്കുക. ഇതാണ് നമ്മുടെ 2020 മെഡിറ്റേഷന്റെ റിസൾട്ട്. 2020 മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ലെറ്റ് ഇറ്റ് ഗോ അടിക്കും, ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കും. അതിന്റെ റിസൾട്ട് ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും. യാതൊരു തർക്കമില്ല, 100% ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ലെറ്റ് ഇറ്റ് ഗോ മറക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ അടുത്തത് ടെക്നിക്ക് എഴുതിക്കോളൂ. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ആദ്യം എങ്ങനെയാണോ നിങ്ങളുടെ വൈബ്രേഷൻ അതിന് കൃത്യമായി പോസിറ്റീവായി നിലനിർത്തി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കുക. 5 തൊട്ട് 10 മിനിറ്റ് നേരം അടങ്ങി ഒരുങ്ങിയ ഒരു സ്ഥലത്ത് ഇരിക്കുക. അതാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ആ അടങ്ങി ഒതുങ്ങിയ ഒരു സ്ഥലത്ത് മനസ്സ് ശാന്തമാക്കിയതിനു ശേഷം ആ പൈസ എന്ത് ചെയ്യുന്നു, അതിന്റെ ആവശ്യം എന്താണ്, അത് കിട്ടുന്ന ആ പൈസ കാണുക, അത് എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കുക, അതിന് കൃത്യ രീതിയിൽ ഉപയോഗിക്കുക, നല്ല ദൈവീകമായി തന്നെ ഉപയോഗിക്കുന്ന കാണുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഞാനിപ്പോ പറയുന്ന നമ്പർ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. അപ്പൊ നമ്പർ എഴുതി വെച്ചോളൂ. ഇതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നമ്പറാണ്. നമ്പർ എഴുതി വെക്കേണ്ട സ്ഥലം ഞാനിപ്പോ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ കണ്ടോളൂ. എനിക്ക് വരാൻ പോകുന്നത്, ഞാനൊരു ഫിക്സഡ് എമൗണ്ട് തീരുമാനിച്ചിട്ട് ഞാനിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നമ്പർ നാളേക്കാണ് എനിക്ക് ആവശ്യം. ഈ എമൗണ്ട് നാളെ വൈകിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ എമൗണ്ട് മനസ്സിൽ വിചാരിച്ചു, എത്രയാണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ആ മനസ്സ് വിചാരിച്ച എമൗണ്ട് ഞാൻ ലോട്ടറി ഒന്നും അല്ല വിചാരിച്ചത്, എനിക്ക് കിട്ടാനുള്ള കാശാണ് എഴുതിയിരുന്നത്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ എമൗണ്ട് കൃത്യമായി ആലോചിച്ചതിന് ശേഷം ഞാൻ എഴുതി വെച്ചു, നാളെ അത് കിട്ടും. ഇപ്പൊ നമ്പർ നിങ്ങൾ ഇതിന് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചോളൂ. ഞാൻ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഇപ്പൊ അത്രയും ആലോചിക്കാറുള്ളൂ, ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോ നമുക്ക് ആ നമ്പർ എഴുതി വെച്ചോളൂ. 520-7418 520-7418 520-7418. സുവർണ ബാലകൃഷ്ണൻ ഒരു കാര്യം ചെയ്തു. ഇതേ കാര്യത്തിന് ആ നേരത്തെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ആ കാര്യം ലഭിക്കാനായിട്ട് ഇതേ നമ്പർ ഉപയോഗിച്ചോ. ജസ്റ്റ് ടേക്ക് ഇറ്റ്, സെയിം എഴുതി വെച്ച് നിങ്ങൾ അതേ കാര്യം എന്നോട് പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ. അത് നിങ്ങൾക്ക് ഈ മാസം, ഇതിപ്പോ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് നടന്നിരിക്കും കേട്ടോ. ആവശ്യം അവർക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചോളൂ. നമ്പർ ഒന്നുകൂടി പറയാം. ആർക്ക് നമ്പർ വേണം ഒന്നുകൂടി? 520 എന്താ നമ്പർ? 313. എന്റെ ഏറ്റവും ഫേവറേറ്റ് നമ്പർ 313 ആൾക്കാർ. ഓക്കെ, 520-7418. അപ്പൊ നാളത്തെ ചിട്ടി 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ അടിച്ചിട്ട് വരൂ. ലോട്ടറി അടിച്ചിട്ട് വരൂ. ഇത് ഇന്ന് തന്നെ ചെയ്തോളൂ. ഏത് പെണ്ണാന്നല്ലേ, നിങ്ങൾ നീലയിൽ എഴുതിക്കോ, പച്ചയിൽ എഴുതിക്കോ, ഒന്നും കുഴപ്പമില്ല. എങ്ങനെ എഴുതുന്നു പറഞ്ഞില്ലല്ലേ, ഞാൻ കാണിച്ചില്ലേ ഇവിടെ. ഒരു ഫോട്ടോ എടുക്കണം അല്ലേ, ഇങ്ങനെ എഴുതുക. ഇതിന്റെ ഫോട്ടോ എടുക്കണം. ഇവിടെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെയാണ് എഴുതേണ്ടത്, വൃസ്റ്റിന്റെ താഴെ. ഓ, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കല്ലേ, അനാവശ്യം. മോനെ എടുക്കാൻ പറ്റുമോ, അമ്മയ്ക്ക് എടുക്കാൻ പറ്റുമോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിച്ചല്ലേ പറഞ്ഞ ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുന്നത് എവിടുന്നാ? ഇതൊക്കെ എവിടെ വേണോ ഉപയോഗിച്ചോ. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോ പറയുമ്പോ ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാനെന്ന് പറയുന്നുണ്ടോ, ഇന്ന ആൾക്കാന്ന് പറയുന്നുണ്ടോ? ലെറ്റ് ഇറ്റ് ഗോ എവിടെ എഴുതണ്ട. ലെറ്റ് ഇറ്റ് ഗോ നിങ്ങളുടെ മനസ്സിൽ വിട്ടുകൊടുക്കുക, അതിനെ പിടിച്ചു നിൽക്കരുത്. ലെറ്റ് ഇറ്റ് ഗോ ഇല്ല, എമൗണ്ട് ഒന്നും എഴുതണ്ട. എമൗണ്ട് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾ കൃത്യമായി പറഞ്ഞില്ലേ ഞാൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതിന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നില്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതി കഴിഞ്ഞിട്ട് ലെറ്റ് ഇറ്റ് ഗോ, വിട്ടേക്ക്, കഴിഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞു. വെരി ഗുഡ്. പൊന്നൂസേ, മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആരോടും പറയണ്ട. അത് വേറെ കാര്യത്തിന്, വേറെ ഒന്നും ഗുണം കിട്ടിയിട്ടുണ്ടോ, വീണ്ടും ട്രൈ ചെയ്ത് നോക്ക്. പുതിയ നമ്പർ കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാം 0 മുതൽ 9 വരെയല്ലേ ഉള്ളൂ നമുക്ക്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, സാരില്ല. നല്ല കാര്യം. ഞാനിന്ന് കുറെ ആലോചിച്ചു, ഇതെപ്പോഴും പറഞ്ഞിട്ടുണ്ടോ, ഇല്ലല്ലോ. ശരി, സന്തോഷത്തോടുകൂടി ഇത് ചെയ്യുക.
റിസൾട്ടുമായിട്ട് നാളെ വരിക. 1 ലക്ഷം 2 ലക്ഷം ലോട്ടറി അടിച്ചവർ കുറച്ചും കൂടി നമുക്ക് ചാരിറ്റിയിലേക്ക് മാറ്റി വെച്ചോളൂ. നമുക്ക് ഗുണകരമായി മുമ്പോട്ട് പോകാം. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഈ നമ്പർ ഉപയോഗിക്കുക. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് താങ്ക് യു. സ്പേസ് ഒന്നും ഇടണ്ട. നിങ്ങൾ നമ്പർ ഫുൾ എഴുതിക്കോ. 52074118. സ്പേസ് ഒന്നും ഇടണ്ട. കയ്യിലല്ലേ, എഴുതിക്കോ. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വൈബ്രേഷൻസ് ഉണ്ടാവുന്നത്, അതാണ് പ്രധാനം ഇതിനകത്തുള്ളത്. അതിനെ സ്ഥായിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ. അതിനൊന്നുകൂടി കൺഫർമേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കല്ലുകൾ, ഇങ്ങനത്തെ പോലെ സ്റ്റോൺ, പ്രാണ സ്റ്റോണുകൾ ഉപയോഗിക്കാം, ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. അതൊക്കെ മണിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഇത് ഉപയോഗിക്കാം. അങ്ങനെ പലതും ഉപയോഗിക്കാം. പക്ഷേ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. നിങ്ങളത് പോസിറ്റീവായി നിൽക്കുന്നുവോ, യു ഗെറ്റ് റിസൾട്ട്. താങ്ക് യു വെരി മച്ച്.